നമസ്കാരം. തിരുവനന്തപുരത്ത് മേയറും MLA-യും അതുപോലെ മേയറുടെ സഹോദരനും ചേർന്ന് ഒരു KSRTC ഡ്രൈവറുടെ പണി കളയാൻ ശ്രമിക്കുന്ന ഒരു വാർത്തയാണ് ഈ വീഡിയോയ്ക്കകത്ത്. അത് കുറച്ച് കണ്ടു, ആ വീഡിയോകൾ കുറച്ച് കണ്ടു. പിന്നെ ആ പയ്യൻ ആ ഡ്രൈവർ സംസാരിക്കുന്നത് കേട്ടു. അതിനു മുമ്പ് ആ വീഡിയോയിൽ മേയറുടെ പെർഫോമൻസ് അതുപോലെ സഹോദരൻ്റെ പെർഫോമൻസ് ഒക്കെ കണ്ടു. ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ചിരിക്കാനാണ് തോന്നിയത്. അതുപോലെ അവരുടെ ഒരു നിലവാരം എവിടെയാണ് എത്തിയത് എന്നാണ് എനിക്ക് തോന്നുന്നത്. KSRTC ഡ്രൈവർമാരെല്ലാവരും മര്യാദയ്ക്ക് ഡ്രൈവ് ചെയ്യുന്നവരാണെന്നോ അല്ലെങ്കിൽ പിന്നെ വളരെ എല്ലാ ട്രാഫിക് റൂൾസ് എല്ലാം പാലിച്ചുകൊണ്ട് ശരിയായി ഡ്രൈവ് ചെയ്യുന്ന ആളാണെന്നോ ഒരു അഭിപ്രായമൊന്നും എനിക്കില്ല. കാരണം ഞാനും വണ്ടി ഓടിക്കുന്നതാണ്, കാർ ഓടിക്കുന്നതാണ്. പലപ്പോഴും അപകടകരമായ വിധത്തിൽ നമ്മുടെ കാറ് അപകടപ്പെടുത്തുന്ന വിധത്തിൽ ഡ്രൈവ് ചെയ്ത് പോകുന്ന കണ്ടിട്ടുണ്ട്. അവർക്ക് കടത്തി വിട്ടില്ല എന്നുണ്ടെങ്കിൽ വലിയ ദേഷ്യമാണ്. അത് ശരി തന്നെയാണ്. പക്ഷെ ഈ സംഭവം കാണുമ്പോൾ ഇവിടെ മേയറുടെയും MLA-യുടെ നിലവാരമാണ് ഞാൻ ചിന്തിക്കുന്നത്. മേയർ എന്ന് പറഞ്ഞാൽ ആരാ? ഒരു നഗരപിതാവ്. ഇത് നഗരമാതാവ് പെണ്ണാണല്ലോ, അതുകൊണ്ട് നഗരമാതാവാണ്. അതായത് ആ നഗരത്തിലുള്ള സകലതും സംരക്ഷിച്ച് നിൽക്കേണ്ട ഒരു മാതാവിന്റെ റോളിൽ നിൽക്കേണ്ട നഗരപിതാവ് എന്നല്ലേ നമ്മൾ പറയുന്നത്. ആ ഒരു മേയറുടെ റോളിൽ നിന്നുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരാളാണ്. ആ ആളാണ് വേറെ എന്തൊക്കെയോ കോട്ടി കാണിച്ചു, അത് കാണിച്ചു, ഇത് കാണിച്ചു എന്ന് പറഞ്ഞിട്ട് വലിച്ചിറക്കിയിട്ട് തോന്നിയ ദിവസം പറയുന്നത്. മേയറുടെ പിന്നെ ആങ്ങള എൻ്റെ അച്ഛൻ്റെ വകയാണോടാ റോഡ് എന്നൊക്കെ ചോദിച്ചെന്ന് കേട്ടു. അപ്പോൾ തിരിച്ച് നിങ്ങളുടെ അച്ഛൻ്റെ വകയാണോ റോഡ് തിരിച്ചു ചോദിച്ചു എന്നും പറയുന്നത് കേട്ടു. അപ്പോൾ അപ്പന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും കേട്ടോണ്ടിരിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. അതിന് ഏതപ്പനായാലും ഇതിൽ താഴെ വന്ന് ആരെങ്കിലും കമന്റ് എഴുതുന്ന സദാചാരത്തിൻ്റെ മൂത്താപ്പന്മാർ അവരെ ആരെങ്കിലും വന്ന് അപ്പനെ വിളിച്ചു കഴിഞ്ഞാൽ തിരിച്ച് വിളിക്കാതിരിക്കൊന്നുമില്ല. ഇവിടെ രസകരമായ വസ്തു എന്ന് പറഞ്ഞാൽ രണ്ടുപേരും കേസ് കൊടുത്തിട്ടുണ്ട്. മേയറും കേസ് കൊടുത്തിട്ടുണ്ട്, അതേപോലെ ഡ്രൈവറും കേസ് എടുത്തിട്ടുണ്ട്. ആദ്യം കേസ് കൊടുത്ത ഡ്രൈവറാണ്. ഡ്രൈവർ ചെന്നിട്ട് തൻ്റെ വാഹനം യാത്ര തടസ്സപ്പെടുത്തുന്ന വിധം തടസ്സപ്പെടുത്തി എന്നുള്ളത് അത് തെളിവാണ്, അത് വീഡിയോ ഉണ്ട്. സീബ്ര ക്രോസിംഗിൽ കയറ്റിയിട്ട് വട്ടം ചുറ്റിച്ചിട്ട് ഗുണ്ടായസം കാണിക്കുന്നത്. ഈ നിയമം എന്ന് പറയുന്നത് മേയർക്കും അതുപോലെ MLA-ക്കും ബാധകമാണല്ലോ. അവർ ചെയ്യേണ്ടത് പോലീസ് സ്റ്റേഷനിൽ ഒരു അറിയിച്ച് പോലീസ് കൊണ്ട് കേസെടുത്ത് ഈ തെളിവുകളെല്ലാം കൊടുക്കുകയാണല്ലോ. അല്ലാതെ ഇയാളെ വന്ന് മര്യാദപ്പിക്കല്ലല്ലോ വേണ്ടത്. അപ്പോൾ ഇവരാണ് ശരിക്കും തെറ്റുകാർ. എന്നിട്ട് അവരുടെ പവർ കാണിച്ചുകൊണ്ട് അവിടെ കേസെടുത്തേക്കുന്നത് പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് എന്തോ സ്ത്രീ പീഡനത്തിന് അങ്ങനെ എന്തോ അശ്ലീലമായിട്ട് എന്തോ കാണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ അടുത്ത കേസ് വരുന്നത്. എല്ലാം ഈ അശ്ലീലം എന്ന് പറഞ്ഞൊരു വകുപ്പ് അങ്ങോട്ട് എടുത്തിട്ട് കഴിഞ്ഞാൽ ആരെയും എന്തും പറയാവുന്ന ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. ഏതായാലും ഈ KSRTC ഡ്രൈവർ കൊടുത്തിട്ടുള്ള കേസ് എടുത്തിട്ടില്ല. പിന്നെ മേയർ കൊടുത്തിട്ടുള്ള കേസ് എടുക്കുകയും ചെയ്തു, അവനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. യാത്രക്കാരെ പാതി വഴിക്കിലിട്ടിട്ട് പോലീസ് വണ്ടി വന്നു, കയറ്റിക്കൊണ്ടുപോയി മെഡിക്കൽ എടുത്ത് എന്നിട്ട് അവനെ അറസ്റ്റ് ചെയ്ത് വിടുകയും ചെയ്തു. ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് അവരുടെ പവർ കാണിച്ചു എന്നാണ്. ഞാൻ ആരാന്ന് നിനക്ക് അറിയാമോ? ആ ഡ്രൈവർ പറഞ്ഞത് ശരിയാണെന്നുണ്ടെങ്കിൽ റോഡിലേക്ക് കയറുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നാലെ വരുന്ന വാഹനത്തിന് കയറി പോകാൻ കഴിയില്ല. അപ്പോൾ ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഈ വാഹനം എല്ലാ വാഹനങ്ങളും പോയി കഴിഞ്ഞിട്ട് KSRTC റോഡിൽ കയറി ഓടിയാൽ മതി എന്ന് വിചാരിച്ച പരിപാടി നടക്കൂല. അപ്പോൾ സ്വാഭാവികമായിട്ടും ട്രാക്കിലേക്ക് കയറുന്ന സമയത്ത് ഒരല്പം റൈറ്റ് സൈഡ് എടുക്കും. അപ്പോൾ പിന്നാലെ വരുന്ന വാഹനം ഒരല്പം സ്ലോ ആയി കൊടുക്കണം. പിന്നെ റൺ ചെയ്തപ്പോൾ വീണ്ടും ലെഫ്റ്റ് ആക്കി കൊടുത്തു, കയറി പോകാനുള്ള അവസരം കൊടുത്തു എന്ന് പറയുന്നു. പക്ഷെ കയറി പോയില്ല, പിന്നാലെ നടന്ന് ഹോൺ അടിക്കായിരുന്നു അത്ര. അവസാനം ട്രാഫിക് സിഗ്നലിൽ അത് നമുക്ക് കാണാൻ പറ്റും. ആ ട്രാഫിക് സിഗ്നലിൽ ഇയാള് സിഗ്നൽ കൊണ്ട് ഓറഞ്ച് സിഗ്നൽ വന്നപ്പോൾ തന്നെ വണ്ടി നിർത്തി. ആ നിർത്തിയ സമയത്ത് വന്ന് വട്ടം ചുറ്റി എന്നാണ് പറയുന്നത്. ആ ട്രാഫിക് സീബ്ര ക്രോസിംഗിൽ ആണ് വണ്ടി കയറ്റിയിട്ട് വട്ടം ചുറ്റിച്ചിട്ടേക്കുന്നത്. അതൊക്കെ എന്തിനാ അതിൻ്റെ ആവശ്യം? അത് നിറയെ യാത്രക്കാരുണ്ട്. ആ യാത്ര ലക്ഷ്യത്തിൽ എത്തിക്കേണ്ട ഉത്തരവാദിത്വമില്ല, അല്ലെങ്കിൽ മറ്റു വാഹനത്തിൽ കയറ്റി പോകേണ്ട ഒരു ആവശ്യമില്ല. ഇയാൾ എന്ത് ക്രിമിനൽ കുറ്റം ചെയ്തത്? ആ ഡിപ്പോയിൽ വിളിച്ചു പറഞ്ഞിട്ട് ആ വാഹനം അവിടെ എത്തിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് നടപടി എടുക്കാമല്ലോ. ആ പയ്യൻ പറഞ്ഞത് ശരിയാണ്, ഡ്രൈവർ പറഞ്ഞത് ശരിയാണ്. ഇത് അത്തരത്തിലുള്ള ഒരു അപകടമൊന്നും ഉണ്ടാക്കിയിട്ടില്ല, അത്തരം കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇതൊരു ഈഗോ ക്ലാഷ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. മേയർ എന്ന് പറയുന്ന ആളൊരു വലിയ ആൾ തന്നെയാണ്, കൊമ്പത്തെ ആൾ തന്നെയാണ്, സമ്മതിച്ചു. MLA അതിനേക്കാളും വലുത് തന്നെയാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ MLA മേയർ പദവി എല്ലാ കാലവും ഉണ്ടാവില്ല. ഈ ചിത്രങ്ങളും ഈ വീഡിയോകളും മനസ്സിൽ തന്നെ ഉണ്ടാവും. നിങ്ങൾ ഈ പദവി എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്ന സമയത്ത് നാട്ടുകാർ വന്ന് നിങ്ങളുടെ പല്ലുകുത്തി ചോദിക്കുന്ന ഒരു സമയമുണ്ട്. അതുകൂടെ മനസ്സിലാക്കണം. ഇവിടെ ഒരു പാവത്തിന്റെ ജോലി കളയുക, അവന്റെ ജോലി കളയുമ്പോൾ എന്താവും അറിയാൻ വയ്യ. തോന്നിയ ദിവസം പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നില്ല. അത് മാത്രമല്ല, ആ വീഡിയോ എടുക്കുന്നു എന്ന് അറിയാതെയാണ് മേയറുമായിട്ടും മേയറുടെ സഹോദരനുമായിട്ടും അയാൾ വണ്ടിയിലിരുന്ന് സംസാരിക്കുന്നത്. ആ സംസാരത്തിൽ എവിടെയും മോശം വർത്താനം കാണുന്നില്ല. അതായത് ലഭ്യമായ വീഡിയോകളിൽ എവിടെയും തന്നെ ആ ഡ്രൈവർ മോശമായി സംസാരിക്കുന്നത് കേൾക്കാനില്ല. അതേസമയം ആ വാഹനത്തിൽ ബസ്സിൽ യാത്ര ചെയ്ത പലരുടെയും വീഡിയോ
വാണ്ടിയിലേക്ക് ഇരച്ചു കയറി അവർ ഡിലീറ്റ് ചെയ്യിച്ചു എന്നും പറയുന്നുണ്ട്. കാരണം ഇവര് തെറി വിളിക്കുന്നതും ഇവർ ചൂടാകുന്നതും ഒക്കെ ആ വീഡിയോയിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് പുറത്തു വന്നു കഴിഞ്ഞാൽ മേയർക്ക് ക്ഷീണമായിരിക്കും, MLA ക്ക് ക്ഷീണമായിരിക്കും, മേയറുടെ കുടുംബത്തിനും ഒക്കെ ക്ഷീണമായിരിക്കും. ഈ മേയറാണ് MLA ആണെങ്കിൽ എന്ത് തോന്നിയ ദിവസം പറയാം, ഏത് രീതിയിലും ആരെയും ഹരാസ് ചെയ്യാന്നാണോ ഉദ്ദേശിക്കുന്നത്? ഞാൻ മനസ്സിലാക്കുന്നത് മേയറായാലും MLA ആയാലും അവരുടെ പ്രജകൾ എന്ന് പറയുന്ന വിഭാഗത്തിന് എന്തെങ്കിലുമൊക്കെ തെറ്റോ കുറ്റങ്ങളോ സംഭവിച്ചു പോയി കഴിഞ്ഞാൽ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരെ നേർവഴി നടത്തേണ്ട ആൾക്കാരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ ഞാനാണോ വലിയ ഞാൻ കാണണ എന്ന് പറയുന്ന രീതിയിൽ അവരെ പുല്ലിക്ക് പിടിച്ചിറക്കി കുറെ ആൾക്കാരെ യാത്രയും മുടക്കി പിന്നെ അവന്റെ തൊഴിലും കളഞ്ഞിട്ട് പവർ കാണിക്കുന്ന ആൾക്കാരാണ് MLA എന്നും മേയറൊന്നും ഞാൻ കരുതുന്നില്ല. അങ്ങനെയുള്ളൊരു MLA മേയറും ആ പദവിയിൽ ഇരിക്കാൻ യോഗ്യരുമല്ല. അതാണ് എൻ്റെ നിലപാട്. ഈ പറഞ്ഞ MLA-യോടും മേയറോടും ചോദിക്കട്ടെ, നിങ്ങളുടെ കുട്ടികൾ എന്തെങ്കിലും തെറ്റോ കുറ്റങ്ങളോ കാണിച്ചായിരുന്നു ഉടനെ കൈയും കാലും ചവിട്ടി ഒടിച്ചിട്ട് കടലിൽ താഴ്ത്തുകയാണോ ചെയ്യുന്നത്? അല്ലല്ലോ. അവരെ ശാസിച്ച് അവരെ ഉപദേശിച്ച് നന്നാക്കി എടുക്കുകയല്ലേ നിങ്ങൾ ചെയ്യാം. അപ്പോൾ നഗരപിതാവ് എന്ന് പറയുന്ന അല്ലെങ്കിൽ നഗരമാതാവിന്റെ റോളിലിരിക്കുന്ന ആ വനിത ചെയ്യേണ്ടത് എന്താണ്? അവർ ചെയ്യേണ്ടത് അവിടെ ഇപ്പോൾ വരിക, അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക, വേണമെന്നുണ്ടെങ്കിൽ ഒരു താക്കീതൊക്കെ കൊടുത്ത് ഒഴിവാക്കാം മോശമായിട്ട് ഡ്രൈവ് ചെയ്തിട്ടുണ്ടെങ്കിൽ. പക്ഷെ അവിടുത്തെ സംസാരം കേട്ടിട്ട് അത് തോന്നുന്നില്ല. അവരുടെ ഈഗോ, അതായത് ഈ ഡ്രൈവർ ആളെ ഇറക്കി അവിടെ നിന്നുള്ള ആളെ കയറ്റിയ ശേഷം മുന്നോട്ട് എടുത്തപ്പോൾ മേയറുടെ സ്വകാര്യ വാഹനം ബേക്കിലായിപ്പോയി, KSRTCന്റെ ബേക്കിലായിപ്പോയി, കടത്തി വിട്ടില്ല. അപ്പൊ ഞങ്ങളെ തടയാൻ ആര്? എൻ്റെ ഹസ്ബൻഡ് MLA ആണ്. എന്ത് MLA? 5 കൊല്ലം കഴിയുമ്പോൾ MLA-യുടെ പദവിയൊക്കെ തീരും. ഏത് പാർട്ടി ആയി കഴിഞ്ഞാലും നിങ്ങൾ എന്തിനാ MLA ആകുന്നത്? സത്യം പറഞ്ഞാൽ ഈ MLA മേയർ എന്ന് പറഞ്ഞാൽ നിലവിട്ട് പെരുമാറിയേ എനിക്ക് മോശമായിട്ടാണ് തോന്നുന്നത്. ഇവിടെ ഇനി ആ ഡ്രൈവർ തെറ്റ് ചെയ്തെങ്കിൽ കൂടി ആ മേയറും MLA-യും കൂടെ കാണിച്ചത് ശരിയല്ല. ഈ രീതിയിലല്ല പെരുമാറേണ്ടിയിരുന്നത്. ഇങ്ങോട്ട് പാഞ്ഞു വന്ന ഹൈവേയിൽ റോഡ് വട്ടം ചുറ്റി സീബ്ര ക്രോസിംഗിലേക്ക് റോഡ് കാർ അങ്ങോട്ട് കയറ്റിയിട്ടിട്ട് ഗുണ്ടാ സൈഡിൽ ഇറങ്ങിയെന്ന് പെരുമാറില്ല ഒരു മേയറും MLA ചെയ്യേണ്ട പണി. അങ്ങനെയാ ചെയ്യേണ്ടി. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവിടെ ഗുണ്ടാപ്പണിക്ക് എതിരെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ പടപൊരുത്താൻ നിൽക്കുന്നത്? എല്ലാം ഗുണ്ടാളങ്ങ് ഭരിച്ചാൽ മതിയല്ലോ, ഇവിടെ പോലീസും കാര്യങ്ങളൊന്നും വേണ്ടല്ലോ. അയാളെടുത്ത സ്റ്റാൻഡാണ് ശരി, പോലീസ് വരട്ടെ എന്നിട്ട് ഞാൻ ഇറങ്ങാമെന്ന്. ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ അവരെ തല്ലിക്കൊല്ലൂല്ലേ? ഏതായാലും ഒരുത്തന്നെ പണി കളയുമ്പോൾ നിങ്ങൾക്ക് സമാധാനമാവും. നിങ്ങൾക്ക് ആർക്കും പണി കൊടുക്കാൻ പറ്റൂലല്ലോ. അത് ഇടതായാലും വലതായാലും ഇവിടെ ആർക്കും പണി കൊടുക്കാൻ കഴിയില്ലെന്ന് കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഇവിടെ തെളിയിച്ചതാണ്. ഉള്ളതിന്റെ പണി കളയാൻ ഇവിടെ എല്ലാവർക്കും വലിയ കാര്യമാണ്. അവിടെ കണ്ട ചിത്രത്തിൽ കണ്ടിട്ടുള്ള KSRTC ഡ്രൈവർ ഒഴികെയുള്ള ബാക്കിയുള്ളവരെയാണ് ഞാനതിൽ കുറ്റക്കാരായിട്ട് കാണുന്നത്. ആ കണ്ട വീഡിയോയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. ആ പയ്യന്റെ സംസാരത്തിൽ നിന്നും ഞാനത് മനസ്സിലാക്കുന്നത്. മേയർ ആ പയ്യനോട് കൈ ചൂണ്ടി സംസാരിക്കുന്നുണ്ട്. അതുപോലെ മറ്റൊരു ആൾ, അത് മേയറുടെ സഹോദരനാണ് തോന്നുന്നു, കൈ ചൂണ്ടി സംസാരിക്കുന്നുണ്ട്. അതൊന്നും മര്യാദയുടെ ഭാഷയല്ല. അതായത് ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്നവർ ചില ഉപയോഗിക്കുന്ന ഭാഷകളും അവരുടെ ശരീര ഭാഷയും ഒക്കെ ഒരു പ്രത്യേക രീതിയിലായിരിക്കേണ്ടതുണ്ട്. ആ ഒരു യോഗ്യത വേണം. ആ ഒരു യോഗ്യത ഇല്ലാതെ പെരുമാറുമ്പോൾ ഒരു തനി ഗുണ്ടായിസം പോലെ ആയി പോകുന്നുണ്ട്. എനിക്കതാണ് തോന്നുന്നത്. എൻ്റെ അടുത്ത് അവർ കയർത്ത് സംസാരിച്ച് എൻ്റെ കയ്യിലൊക്കെ പിടിച്ച് വലിച്ചു. ആ വീഡിയോ ഒന്നും ഇല്ല, അതിനുശേഷം ആരോ വന്ന് വീഡിയോ എടുത്തതാണ്. കയ്യിലൊക്കെ പിടിച്ച് വലിച്ച് വെളിയിലോട്ട് ഇറങ്ങാനൊക്കെ നിർബന്ധിച്ച് ഡോറൊക്കെ വലിച്ച് അവരാണ് തുറന്നിട്ടത്. അപ്പോൾ അങ്ങനെ ഇറങ്ങിയില്ല. പോലീസ് വന്നല്ലാതെ ഞാൻ വണ്ടി എടുത്ത് മാറ്റിയില്ല. പോലീസ് വന്നപ്പോൾ സൈഡിലോട്ട് എടുത്ത് മാറ്റിയിടാൻ പറഞ്ഞു. പോലീസ് അപ്പോൾ തന്നെ എന്നെ ജീപ്പിൽ കയറ്റി കൊണ്ടുപോയി നേരെ ജനറൽ ഹോസ്പിറ്റലിൽ പോയി മെഡിക്കൽ എടുക്കാൻ വേണ്ടി. മെഡിക്കൽ എടുത്ത് നേരെ സ്റ്റേഷനിൽ കൊണ്ടുവന്നു. സ്റ്റേഷനിൽ കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഇവർ എന്നെ ആ സമയം തൊട്ട് ആ കസേര ഇരുത്തി അവിടെ ഒപ്പിടും ഇവിടെ ഒപ്പിടുന്നു പറഞ്ഞ് അവിടെ എവിടെയൊക്കെ ഒപ്പിട്ട് കൊടുത്തു. നിന്നെ കേസെടുക്കുകയാണ്. എൻ്റെ 345 എന്തോ സെക്ഷൻ ചേർത്താണ് കേസ് A. അപ്പോൾ ഞാൻ അത് നെറ്റിലടിച്ചു നോക്കിയപ്പോൾ ഈ പെണ്ണുങ്ങളെടുത്ത് അപമര്യാദയെ പെരുമാറുക എന്തോ ലൈംഗിക ചേഷ്ടയോട് അങ്ങനെയൊക്കെ എഴുതിയിരിക്കുന്നു. അപ്പോൾ ഞാൻ കേട്ടു, ഞാൻ അത് എന്താണ് സാറേ അങ്ങനെ എഴുതിയിരിക്കുന്നത്? ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അത് ഒന്നി നീ മുഖ്യമന്ത്രി ആയിരിക്കണം, അല്ലെങ്കിൽ നീ പ്രധാനമന്ത്രി ആയിരിക്കണം, നീ അവരെക്കാട്ടി ഒരു പടി മുന്നിലായിരിക്കണം. അവരെ ഈഗോ ക്ലാഷാണെന്ന് എൻ്റെ അടുത്ത് പറയുകയും ചെയ്തു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, എന്തായാലും ഞാൻ ഇത് ഏതറ്റം വേണേലാണോ പോകും. ജോലി എൻ്റെ അത് പോയെന്നുള്ള ഉറപ്പായി, എനിക്ക് ഇനി ജോലി കിട്ടൂല എന്നുള്ള ഉറപ്പായി. അവരങ്ങനെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, എൻ്റെ ജോലി നശിപ്പിച്ച് തരാം എന്നുള്ളതാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അതാണ് അവരങ്ങനെ പ്രവർത്തിക്കാൻ കാര്യം. അത് ഈഗോ ക്ലാഷായിരിക്കും. സംഭവം മേയറായിട്ട് ബഹുമാനം കൊടുത്തില്ല എന്നുള്ള ഒരു ഇതായിരിക്കും. എനിക്ക് അറിഞ്ഞൂടല്ല മേയറാണായാലും. ഇല്ല അങ്ങനെയൊന്നും വാക്കുകൾ ഞാൻ മേയറല്ല എന്ന് അറിഞ്ഞിട്ടും വാക്കുകൾ സ്ത്രീകളുടെ അടുത്ത് അങ്ങനെ മോശമായിട്ടൊന്നും ഞാൻ പറഞ്ഞതൊന്നുമില്ല. അവർ സ്ത്രീയല്ലേ. എൻ്റെ അച്ഛനെ അദ്ദേഹം വിളിച്ചുകൊണ്ട് തിരിച്ച് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ അച്ഛനാണോ, നിങ്ങളുടെ അച്ഛൻ്റെ റോഡല്ലല്ലോ എന്ന് ചോദിച്ചു. അത് അത്രേ പറഞ്ഞുള്ളൂ. അല്ലാതെ പരാതി കൊടുത്തില്ലായിരുന്നു. ഞാൻ പരാതി അപ്പം തന്നെ കൊടുത്തു. പക്ഷെ അതിന് ഒരു നടപടി ഉണ്ടായില്ല.
അവർ ആ പേപ്പർ എടുത്ത് മാറ്റിയിടുകയാണ് ചെയ്തത്. അതിന് അത് സ്പീഡപ്പായിട്ട് ഓരോ പോലീസുകാർ വരുന്നു, എൻ്റെ അടുത്ത് ചോദിക്കുന്നു എന്താണ് കാര്യമെന്നോ ചോദിക്കുന്നു. അവരെ കാര്യങ്ങൾ മാത്രം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ ഭാഗത്ത് ഞാൻ വിളിച്ച് സോറി പറഞ്ഞപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ നിയമ നടപടിയായിട്ട് നീ കോടതിയിൽ പോയി നിൻ്റെ തീരുമാനങ്ങൾ പറഞ്ഞാൽ മതി, നിനക്ക് തെളിയിക്കാൻ പറ്റുന്നതൊക്കെ തെളിയിച്ച് വിടാൻ പറ്റും. ഞാൻ പറഞ്ഞു ഓ ശരിയെന്ന്. ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് സാറുമാർ വന്ന് ഒപ്പിട്ടൊക്കെ വാങ്ങിച്ചിട്ട് പോയി, കുറേ പേപ്പറിലൊക്കെ അതും ഒപ്പിട്ട് വാങ്ങിച്ചിട്ട് പോയി. റെസിപ്റ്റ് തന്നില്ല. തരാൻ പറഞ്ഞപ്പോൾ ഇന്ന് വൈകുന്നേരം വരാൻ പറഞ്ഞു. എനിക്ക് പേടിയായതുകൊണ്ട് ഞാൻ പോകാതെയാണ്. ഇന്ന് വൈകുന്നേരം ചെല്ലുമ്പോൾ എന്നെ പിടിച്ച് പിന്നെ അകത്ത് പിടിച്ചിരുത്തുന്നെങ്കില ജോലിക്ക് ഭീഷണിയുണ്ട്. ജോലിക്ക് ഭീഷണി ഉണ്ടാവും എന്തായാലും ഉറപ്പാണ്. ഇനി നാളെ 2:30 രാത്രി 2:30 കയറേണ്ട. തൃശ്ശൂർ ഞാൻ നിലമ്പൂർ വഴിക്കടവ് ഓടിയിട്ടുണ്ട്, കോഴിക്കോട് മിന്നൽ ഓടിയിട്ടുണ്ട്. ഞാൻ ഇന്നലെ ഓടാൻ തൃശ്ശൂർ തന്നെ. എൻ്റെ ഷെഡ്യൂൾ ഇപ്പം ചേഞ്ചായി. ഞാൻ നിലമ്പൂർ വഴിക്കടവായിരുന്നു, ഞാൻ ചേഞ്ചായി. ലോങ് അത്രയും ഓടാൻ വയ്യാത്തതുകൊണ്ട് മോനും ഒറ്റയ്ക്കേ ഉള്ളൂ. മോനും ഞാനും അമ്മയും, വയസ്സായ അമ്മയും അച്ഛനും ഉള്ളൂ. മേയർ എൻ്റെ അടുത്ത് മോശമായിട്ടാണ് പെരുമാറിയത്. അവിടെ വെച്ച് ഡോറ് തുറന്ന ആ വീഡിയോയിലുണ്ട്, മോശമായിട്ടാണ് പെരുമാറി. അവരെ പവർ ശരിയാക്കി തരാമെന്നുള്ള രീതിയിൽ യാത്രക്കാർ ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ 2-3 ആൾക്കാർ, ഒരാൾ ടിക്കറ്റൊക്കെ കണ്ടക്ടറിൻ്റെ കൊടുത്തിട്ടുണ്ട്. ടിക്കറ്റ് കൊടുത്ത് ഞാൻ എവിടെ വേണമെന്ന് പറയാം, കേസ് കൊടുക്കുന്നെങ്കിൽ അവർ വന്ന് പറയാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആ പയ്യൻ ഒരു യാത്രക്കാരൻ, ഷിഫ്റ്റിലെ ഡ്രൈവറോ കണ്ടക്ടറോ എന്തോ ആണ്, അവനെ കൊണ്ട് ഇവർ അടിക്കാൻ ചെല്ലുമ്പോൾ എല്ലാവരും കൂടെ ബസ്സിൻ്റെ അകത്ത് കയറി അവനെ കൊണ്ട് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. ആ വീഡിയോ ഡിലീറ്റ് നിനക്ക് ഞാൻ ആരെന്ന് അറിഞ്ഞുകൂടാ, നീ അത് വെളിയിലോട്ട് വിട്ട് കഴിഞ്ഞാൽ നിനക്കുള്ള പണി ഞാൻ തരും എന്ന് മേയർ വെളിയിൽ നിന്ന് പറയുന്നുണ്ട്. ഡിലീറ്റ് ചെയ്യുന്ന ആംഗ്യം കാണിക്കുന്നുണ്ടല്ലോ. ബസ്സിൻ്റെ അകത്ത് കയറിയത് MLA ആണ്. MLA കയറി ഉള്ള ആളുകളൊക്കെ ഇറക്കി വിട്ടിട്ട് വണ്ടി ഒതുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കയറി നിന്ന് ആളുകളെയൊക്കെ ഇറക്കി വിട്ടു. അതാണ് ഏത് അകത്തുനിന്ന് യാത്രക്കാരൻ എടുത്ത വീഡിയോ ആണ് അവർ ഡിലീറ്റ് ചെയ്യിപ്പിച്ചത്. അതിൽ കറക്റ്റായിട്ടുണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അവർ ഒരു 10-15 പേരുണ്ടായിരുന്നു, അവരെല്ലാം റോഡിൽ ഇറക്കി വിട്ട്. അല്ലെങ്കിൽ അവർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിയമപരമായിട്ട് ആയാലും ഒരു ഉദ്യോഗസ്ഥയാണ്. അവർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവർക്ക് ഇവിടെ വരാം, യാത്രക്കാരെ ഇവിടെ ഇറക്കിയിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ ഇന്ന് പോലീസ് സ്റ്റേഷനിൽ തന്നെ കൊണ്ടുപോയാലും കുഴപ്പമില്ല. ഇവിടെ ഡ്യൂട്ടി കഴിഞ്ഞ് തീരും. ഇത് ഡ്യൂട്ടി മധ്യയാണ്, ഡ്യൂട്ടി സമയത്താണ് എൻ്റെ അടുത്ത് ഇങ്ങനെല്ലാം കാണിച്ചത്. അശ്ലീലമായിട്ട് ആംഗ്യം കാണിച്ചിട്ടില്ലല്ലോ. ലാമൂട് വെച്ച് ഞാനൊന്നും കാണിച്ചിട്ടില്ല. അവർ പറയുന്നതാണ്, അവർക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് പറയും. ഇല്ല, വണ്ടി പാളയത്ത് വെച്ചാണ് അവരെ നേരെയായിട്ട് സംസാരിക്കണതും കാണുന്നത് തന്നെയാണ്. അവരാരാണെന്ന് എന്താണെന്ന് അവർ പറയുമ്പോഴേ എനിക്കറിയാവുള്ളൂ, അല്ലാതെ അറിയത്തില്ല. അവരാരാണെന്നുള്ളത് അവരെ കണ്ടിട്ട് പോലും ഇല്ല. ഹസ്ബൻഡ് എന്ന് പറയുന്ന ആൾ MLA എന്ന് പറയുന്നത് ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. സത്യം പറയാം, ഞാൻ ഇതുവരെയും കണ്ടിട്ടേ ഇല്ല. എനിക്കറിയത്തില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ രാവിലെ ഈ വെട്ടം വീഴുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് പോകുന്നു. TV-യും പത്രവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇപ്പം നിങ്ങളുടെ ഈ വാർത്ത എന്നെ മോൻ TV വെച്ചിട്ടാണ് പറയുന്നത്. സംഭവം മോനെ ഇപ്പോൾ ഇത് മോഡേണായിട്ടൊരു ഡ്രസ്സൊക്കെ ഇട്ട് ഒരു പെൺകുട്ടി വന്ന് പറയുന്നതെന്ന് എനിക്ക് തോന്നിയുള്ളൂ. മേയറാണെന്നുള്ളത് ആ ഒരു ആട്ടോക്കാരൻ വന്ന് നീ എന്താണോ പറയുന്നത്, ഇത് മേയറാണ്, അവർ എന്തെങ്കിലും പറഞ്ഞാലും നീ മിണ്ടാതെ കേട്ടോണ്ടിരിക്കണമായിരുന്നു, സോറി പറഞ്ഞാൽ മതി, തീരാന്നുള്ള പ്രശ്നമല്ലേ ഉള്ളൂ. ഞാൻ പറഞ്ഞ എൻ്റെ അച്ഛനെയാണ് വിളിച്ചത് കേട്ടാ, എൻ്റെ അച്ഛനെ അമ്മയൊക്കെയാണ് വീട്ടിലിരുന്നവരെയാണ് വിളിച്ചത്. ഞാൻ രാവിലെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ഉറക്കവും കളഞ്ഞാണ് വണ്ടി ഓടുന്നത്. അപ്പോൾ ഇതേപോലെ ഒരു 5 വണ്ടിക്കാർ ഇതേപോലെ തടസ്സമായിട്ട് നിന്ന് എന്ത് ചെയ്യുന്നു അതാണ് ചെയ്തത്. ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നു, ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നു. അല്ല, പരാതി അത് റെസിപ്റ്റ് വാങ്ങണമെന്നുണ്ട്, പക്ഷേ എനിക്കൊരു പേടിയാണ് റെസിപ്റ്റ് അങ്ങോട്ട്. ആരും പറഞ്ഞില്ല. എനിക്ക് ഇവർ പണി തരുമെന്നുള്ളത് ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ കൊടുത്തതാണ്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് അത് വ്യക്തമായിരുന്നു, അവരുടെ സംസാരത്തിൽ നിന്ന് വ്യക്തമായിരുന്നു. നീ ഏത് വഴിക്ക് പോയാലും നിനക്ക് ഉള്ള പണി തരും എന്ന് പറഞ്ഞു. പണി തരുമെന്ന് അവർ എന്നെ പറയുന്നുണ്ട്. പറഞ്ഞ് ശരിയാക്കി തരാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു എൻ്റെ ജോലി തീരുമാനമായി എന്ന് പറയും.